ത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. ആഴമാർന്ന നിൻ മഹത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. പകരം എന്തു നൽകും ഞാനിനി? നന്ദിയാലെന്നും വാഴ്ത്തിയിടും സൃഷ്ടാവേ. പകരം എന്തു നൽകും ഞാനിനി? നന്ദിയാലെന്നും വാഴ്ത്തിയിടും സൃഷ്ടാവേ. ആടിപ്പീണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ സൗഖ്യമാക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് നല്ലവനായി മതിയായവനായി വല്ലവനായി ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഓരോ ദിനം തോറും ദിന കൃപകൾ അനുഭവിക്കുവാൻ നീ എത്ര നല്ലവനെന്ന് നിരൂപിച്ചറിയുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ഭാഗ്യ ഉദവിക്കായി സ്തോത്രം. ഒരു കാലത്ത് ഞങ്ങളുടെ ദൈവമില്ലാത്തവരായി ക്രൂശിന് വിരോധികളായി പാപത്തെയും ലോകത്തെയും സ്നേഹിച്ച് ജീവിച്ച കാലഘട്ടത്തിൽ അവിടുത്തെ പുത്രന്റെ സ്നേഹം ഞങ്ങളെ തേടി വന്ന് കാൽവരി ക്രൂശിലെ പരമേകത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത് നിന്റെ മക്കളുടെ വാശനമാക്കി തീർത്ത കൃപയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഇന്ന് പകരക്കാലം നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും അതിനെ ഓർപ്പിച്ച് കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തെ പകർന്ന് ഞങ്ങൾ കർത്താവിന്റെ ഞങ്ങളുടെ സ്നേഹത്തെയും അവിടുത്തെ വിശ്വസ്തതയും ഓർത്തങ്ങെ ആരാധിക്കുന്ന ഒരു പകൽ വേണ്ടിയായി ചെയ്യുവാൻ സ്വർഗമേ നീ അവിടെ നിലയാക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പറഞ്ഞ് ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. വിശിഷ്യ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ സാക്ഷീകരിപ്പാൻ അവരുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്ത് പകൽക്കാലം ഒരുക്കത്തോടെ വന്നിരിക്കുമ്പോൾ സഭയായി ഞങ്ങൾ ദിനസറിൽ ഒരുക്കത്തോടെ വന്നിരിക്കുമ്പോൾ അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ ചൊല്ലി നടക്കുന്ന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ കാഴ്ചക്കാരും അനുഭവിക്കുന്നവരും എല്ലാവരും ശുശ്രൂഷ ചെയ്യുന്നവരും എല്ലാവരും ദൈവമില്ലാതെ ഭംഗിയായി കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവിന്റെ പ്രത്യേകമായ കൃപയും അവിടെ പ്രത്യേകമായ ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് ചേരുന്ന ഈ സ്നാനം, അങ്ങയുടെ വചനം അനുഷ്ഠിക്കുന്ന ഈ സ്നാനം കർത്താവെ ഇന്ന് പകൽക്കാലം അത് അനുസരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ സ്വർഗം തുറന്ന് ഞാൻ അവരിൽ പ്രസാദിക്കുന്ന കർത്താവിന്റെ സ്ഥാനത്തുകൾ പ്രഖ്യാപിച്ച പോലെ ഇന്ന് പകൽ സ്വർഗം അതിന് സാക്ഷ്യം നിൽക്കുന്ന ഒരു പകൽ വേളയായി തീരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കുഞ്ഞു കുടുംബങ്ങൾക്ക് ഒരാശ്വാസവും അനുഗ്രഹകരമായിരിക്കാൻ ദൈവസഭകൾ മുതൽ കൂട്ടായിരിക്കാൻ കർത്താവിന്റെ നാമത്തിന്റെ ദേശത്തൊരു അനുഗ്രഹകരമായിരിക്കാൻ അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരുന്ന ചുണ്ടുവരകളായി അവരുടെ ജീവിതമായിരിക്കാൻ വരുകാലങ്ങളിൽ കർത്താവ് നിര്യാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം സൂക്ഷിച്ച് ഞങ്ങൾ എല്ലാവരെയും കരങ്ങളിലേപ്പിക്കുന്ന കർത്താവെ ദൈവമായ പരിജ്ഞാനം കൊണ്ട് ദൈവീയ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കേൾക്കുന്ന ആലോചനകളും നടക്കുന്ന എല്ലാ ശുശ്രൂഷയും സ്വർഗത്തിന് പ്രസാദമായി തീരുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹകരമായി തീരുവാൻ തിരുവനന്തപുരം നിര്യാക്കണം വരുവാൻ എത്ര വേഗം കൂട്ടി വരുത്തണം എന്ന് പുതുതായി പലരെ കർത്താവ് കൂട്ടിക്കൊണ്ടുവന്നല്ലോ. എല്ലാവരെയും കർത്താവ് വരുവാൻ അനുഗ്രഹിച്ച് ഞങ്ങളൊപ്പം സഹായിച്ച് കർത്താവ് പടഞ്ഞയക്കണമെന്ന് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളെയും പ്രാർത്ഥിച്ച് കരങ്ങൾ ഏൽപ്പിക്കുന്നു. അവിടുത്തെ തിരുനാമത്തിന് സ്തോത്രം. യേശുവിൻ തന്നെയുടെ നാമത്തിൽ താനോട് ഉപേക്ഷിക്കുന്നു. പിതാവേ ദയവോടെ കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിനക്കെന്നും വന്ദനം യേശു പാരാ വന്ദനം യേശു പാരാ
നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് നൽകിയ പ്രേരണ പ്രകാരം അവർ ദൈവവചനം പഠിക്കുകയും ദൈവത്തിനവർക്ക് വ്യക്തമായി മനസ്സിലാതിന്റെ വെളിച്ചത്തിൽ സ്വയമായി അവരുടെ തീരുമാനം മാതാപിതാക്കളെ അറിയിച്ച് ദൈവസഭയിൽ അത് പ്രസ്താവിച്ച് അങ്ങനെ സഭ ക്രമീകരിച്ചിരിക്കുന്നതായ ഈ പ്രത്യേകമായ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും കർത്താവ് ദാസൻ നമ്മുടെ മധ്യത്തിലായിരിക്കുന്നവർക്ക് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ കർത്താവ് ദാസനെ ക്ഷണിക്കുന്നു. എനിക്ക് കർത്താവ് സഹായം തുടർന്ന് ദൈവദാസൻ എന്ന ദൈവത്തിന്റെ ശബ്ദത്തിനായി നമ്മുടെ കാതുകളെ തുറക്കാം. പ്രാർത്ഥന നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ബിനു ഫിലിപ്പ് and it will be translated to English by P.M. John. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the holy name of God be glorified. മനോഹരമായിരിക്കുന്ന നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. I praise and thank for this beautiful time. കർത്തൃസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. Greetings for everybody in the coming name of Jesus Christ. ദൈവമക്കളോട് ചേർന്ന് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം എനിക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. For the grace of God, I am again thankful to God. പ്രതിയാൽ ഇന്നത്തെ ദിവസം നമ്മൾ വളരെ സന്തോഷത്തോടു കൂടെ ആയിരിക്കുന്നു. We are here with a great joy and happiness. നമ്മുടെ സഭയിലെ ചില കുഞ്ഞുങ്ങൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ അവർ തീരുമാനമെടുത്ത് അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്ന നല്ല സമയമാണല്ലോ. Some of our children have already accepted Jesus Christ and getting ready to baptize. കർത്താവ് ക്രിസ്തുവിനോട് ചേരുവാനായി നാം സ്നാനമേൽക്കുന്നു. We are baptized to join with Christ. നാം സ്നാനമേൽക്കുന്നതിന് മുമ്പായി ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. Before getting baptized, we have to do something in our life. ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അറിയാം, നാം ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നതും ഒരു സഭയോട് ചേരാനല്ല, ഒരു വ്യക്തിയോട് ചേരാനല്ല, യേശു കർത്താവിനോട് കൂടെ ചേരുവാനാണ്. We are obeying the commandment of Jesus not to be a member of a church but to join with Christ. സ്നാനപ്പെടുന്നതിന് മുമ്പ് Before getting baptized, നമ്മുടെ ഹൃദയത്തെ നാം കർത്താവിന് വേണ്ടി കൊടുക്കണം. we have to give our heart to the Lord. ആദ്യമേ ഒരു വ്യക്തി യേശുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മാനസാന്തരമാണ്. Once a person come to Jesus Christ, a change in his heart is developing. റോമാലേഖനം 10-ാം 9-10 വാക്യം വേഗം ഒരാളൊന്ന് വായിക്കണമേ. റോമാലേഖനം 10-ാം 9-10 വാക്യം. Romans chapter 10 verses 9 and 10. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും.
ആദ്യമേ ഒരു മനുഷ്യന്റെ ജീവിത രക്ഷയാണ് നടക്കുന്നത്. The first thing is coming in the life of a person is salvation. അവന്റെ ജീവിതത്തിൽ ആ രക്ഷ എങ്ങനെ വെളിപ്പെടുന്നു? First, the salvation is revealed in his life. യേശു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു എന്ന് അവൻ വിശ്വസിക്കണം. Jesus Christ died for me and buried for me. They have to believe it. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ അവന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് അവൻ രക്ഷിക്കപ്പെടുവാനിടയായിത്തീരും. Such a fellow come and made into salvation. ഈ യേശു കർത്താവിനെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. We knew about Jesus Christ. നമ്മൾ അവന് വേണ്ടി ജീവിക്കുകയാണ്. We are living for him. സ്നാനപ്പെടുന്നതിന് മുമ്പായി ഒരു ദൈവത്തിൽ രക്ഷിക്കപ്പെടുവാനിടയായിത്തീരും. But before getting baptized, one should be born again. അവന്റെ വാ കൊണ്ട് അവൻ ഏറ്റുപറയും, He has to confess with his mouth. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, My Jesus died for me. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു, My Jesus buried for എന്റെ me. കർത്താവ് എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, My Jesus resurrected for me. അത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് I believe it. വാ കൊണ്ട് ഏറ്റുപറയുമ്പോൾ We have to proclaim with our mouth. അവൻ രക്ഷിക്കപ്പെടുവാനിടയായിത്തീരും. Then he will get saved. എന്നെ കേൾക്കുന്ന ആരെങ്കിലും Anybody who is hearing me, നമ്മൾ ഈ സ്നാനത്തിലേക്ക് ദൈവ പൈതങ്ങൾ ഒരുങ്ങിയിരിക്കുമ്പോൾ we are getting ready to get baptized. രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ Anybody here not yet saved, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. I am going to tell. ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് പറയാം, You can say in your hearts 1 minute. നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾക്ക് പറയാം, With your mouth you can tell, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു. My Lord died for me. ഈ സ്നാനപ്പെടുവാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കും പറയാം, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു. The children going to baptize also said, Jesus കർത്താവ് died. എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു, My Lord buried for me. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. My Lord is resurrected for me. അവൻ എന്നെ ചേർക്കാൻ വരും. And he is coming to collect me. ഞാനത് വിശ്വസിക്കുന്നു. I believe it. എന്റെ വായു കൊണ്ട് ഞാൻ ഏറ്റു പറയുന്നു. I am confessing with my mouth. നിശ്ചയം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. That means surely you are saved. രക്ഷിക്കപ്പെട്ട വ്യക്തിയെ Once you are saved, അടുത്ത പടി നമ്മളെ പഠിപ്പിക്കുന്നു. the next step what we are teaching is, അവൻ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് യാത്ര ചെയ്യും. he should obey the commandments of God. സകലത്തിലും പൂർണ്ണനായ ക്രിസ്തു, And Jesus Christ is perfect in everything. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് Our great Jesus Christ, ഈ ഭൂമിയിൽ വന്നു. when he came to this അവൻ world, സകലത്തിലും പൂർണ്ണനായിരുന്നു. and he was complete, perfect in everything, സകല നീതിയും നിവർത്തീകരിപ്പാൻ and he wanted to fulfill complete righteousness. എന്റെ യേശു കാണിച്ചു തന്ന മാതൃകയാണ് ജ്ഞാനം എന്നുള്ളത്. This is a model Jesus Christ showed us. കർത്താവ് സകലത്തിനും പൂർണ്ണനാ. He was completely perfect. പക്ഷെ സകല നീതിയും പൂർത്തീകരിക്കണമെങ്കിൽ In order to complete just righteousness, മറ്റാരുമല്ല, നാം പിൻപറ്റുന്ന നമ്മുടെ യേശു കാണിച്ചു തന്ന മാതൃകയാണ് ജ്ഞാനപ്പെടുക എന്നുള്ളത്. so we have to follow the model Jesus has shown. One more verse and then I will stop. കർത്താവിന്റെ അന്ത്യ കൽപ്പനയാണ്. This is the last commandment by Jesus. എങ്ങനെ സ്നാനപ്പെടണമെന്നൊരു ചോദ്യമുണ്ട്. And there is a question how to get baptized. മത്തായി സുവിശേഷം 28-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് വാക്യം അവസാനിപ്പിക്കും. Matthew chapter 28 verse 18 onwards. യേശു അടുത്ത് ചെന്നു. യേശു അടുത്ത് ചെന്നു. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിങ്ങളുടെ അടുക്കൽ യേശു വന്നിട്ടുണ്ട്. യേശു അടുത്ത് വന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. All authority in heaven and on earth has been given to me. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു. Therefore go. പിതാവിന്റെയും ആ. പുത്രന്റെയും ആ. പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. Baptizing them in the name of the Father and of the Son and of the Holy Spirit. വായിച്ചു നിർത്തിയാട്ടെ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ആ. ഉപദേശിച്ചുകൊണ്ട് ആ. സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. സകല ജാതികളെയും ശിക്ഷരാക്കിക്കൊള്ളുവിൻ. And make disciples of all nations. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. This is a commandment given by Jesus. ഈ വചനം നിങ്ങളോട് കൽപ്പിക്കുന്നു. And this commandment is given to you. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജലസ്നാനമേൽക്കുവാൻ. You have to get water baptism in the name of the Father and the Son and the Holy Spirit. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയട്ടെ. And let us close our eyes. സ്നാനപ്പെടുവാൻ ഇവിടെ കുഞ്ഞുങ്ങളുണ്ട്. Our children are ready to ഒരു get പ്രാവശ്യം baptized. കൂടെ ഞാൻ നിങ്ങളോട് വിളിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. Let me ask once again. സ്നാനപ്പെടാത്ത ആരെങ്കിലും If ഇതിനകത്തുണ്ട്? anybody here not yet get baptized, സ്നാനപ്പെടുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? if you desire to get baptized, ഇത് നിങ്ങൾക്കൊരു അവസരമാണ്. this is an opportunity for you. നിരവധി തടസ്സങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ടാകും. Maybe many obstacles against it, പക്ഷേ ഇത് നിങ്ങൾക്കൊരു അവസരമാണ്. but this is a good opportunity for you. സ്നാനപ്പെടുവാനുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. We are going to pray for the children getting എന്നാൽ baptized. അതിനു മുമ്പായി സ്നാനപ്പെടുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. If anybody is getting ready, you can raise your hand. ഞങ്ങൾ അവർക്കൊരു അവസരം തരികയാണ്. We are giving
giving you an opportunity. ഇവിടെ വെള്ളമുണ്ടോ? There is water. സ്നാനപ്പെടുത്തുവാൻ അഭിഷക്തന്മാരുണ്ടോ? There are anointed persons here. ഞാൻ അതിനു വേണ്ടി ഒരുങ്ങുന്ന കർത്താവേ, I am ready, good Lord. ഞാൻ അതിനു വേണ്ടി ഒരുങ്ങുന്ന കർത്താവേ. I am getting ready, Lord. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് കഴിഞ്ഞില്ല. I couldn't do it in the past. ദൈവകൽപ്പനയ്ക്ക് വേണ്ടി ഞാൻ ഒരുങ്ങുന്നു. I am ready to obey your commandments. സ്നാനപ്പെടുവാൻ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. We are going to pray for the children who is getting baptized. സ്നാനപ്പെടുത്തുന്ന അഭിഷക്തന് വേണ്ടി പ്രാർത്ഥിക്കാം. Pray for the anointing pastor who is doing it. അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Pray for their parents. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായിരിക്കുന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുക. ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാനും ദൈവജന ശ്രമിപ്പാനും ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൂതന്മാരുടെ നടുവിൽ, കോടാനുകോടി ദൂതന്മാരുടെ നടുവിൽ, വിശുദ്ധ ഗണങ്ങളുടെ നടുവിൽ സ്വർഗത്തിൽ നിന്ന് സന്തോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നോട് ചേരുവാൻ, എന്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ, എന്റെ ഭവനത്തിൽ ഒരു അംഗമായി തീരുവാൻ, അവൻ പുതിയ സൃഷ്ടിയായി തീരുവാൻ, യേശുവിനെ ധരിക്കുവാൻ, യേശുവിന് വേണ്ടി ജീവിക്കുവാൻ, പാപത്തിന്റെ ലോകത്തിന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ആ ക്രിസ്തുവിൽ അവൻ ആ സൗഭാഗ്യം അനുഭവിക്കാൻ കർത്താവിനാലും കുഞ്ഞുങ്ങളെ അവൻ പ്രാർത്ഥിച്ചു വേർതിരിക്കുവാൻ അഭിഷക്തന്മാർക്ക് കൃപ കൊടുത്തതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് മുതൽ അവർ അനുഗ്രഹിക്കപ്പെട്ട് മാറണമേ. അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട് മാറണമേ. അവർ പുത്രനല്ല, ക്രിസ്തുവിൽ അവർ പ്രിയപുത്രനായി, പ്രിയപുത്രിമാരായി കർത്താവിന് വേണ്ടി ശോഭിക്കുന്നതിനായി സ്വന്തം അവരെ ജലത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ ഞങ്ങളുടെ അഭിഷക്തമേൽ അവൻ പരിശുദ്ധാത്മാവിന്റെ നിറവും തികവും ഉണ്ടാകുവാനാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവകൃപയുടെ അവൻ ശക്തിയിൽ നിന്നുകൊണ്ട് ആ ശുശ്രൂഷ ചെയ്തെടുപ്പാൻ കർത്താവേ തന്റെ വൃത്തിയെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടെ കൈത്താങ്ങൽ കൊടുക്കുവാൻ പ്രാർത്ഥിക്കുവാൻ തന്റെ ജനത്തെ ഏൽപ്പിക്കുന്നു. കടന്നു വന്ന വ്യത്യസ്ത സഭകളിലെ ബന്ധുമിത്രാദികളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. സ്വർഗം സന്തോഷിക്കുന്നതിനായി സ്വർഗം തുടർന്നുള്ള നിമിഷങ്ങൾ ദൈവനാമത്വത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കുകയാണ്. വിശ്വാസത്താൽ ഞങ്ങൾ അനുഗ്രഹം കാണുന്നു. പരിശുദ്ധാത്മാവ് പ്രാവുന്നതുപോലെ ഈ ആലയത്തിലും തന്റെ തേജസ്സിന്റെ മറവിൽ അവൻ ഞങ്ങളെ മറച്ചു നിർത്തിയിരിക്കുന്ന അനുഭവത്തെ ദൈവാത്മാവിൽ കണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയാലിനെ കണ്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. Praise the Lord. Let's praise the Lord for the wonderful message we have received from the Lord. Praise the Lord. At this time, I want all the young people who are ready to take the baptism to stand. Alan, Hanson, Austin, and Anne-Marie, would you please stand and come to the front, if you will. The desire to take the water baptism to the church. But once again, I want to give you one more chance to tell the church that you have accepted Jesus Christ as your personal Savior, and I believe in the water baptism and in the Lord Jesus, and I want to take the water baptism. You can say your testimony in a short 1 or 2 sentences, and one by one. From Hanson, Alan, Austin, and Anne-Marie, would you please take it from this? I decided to take water baptism today. I decided to accept Christ as my Savior, and I ask you to give me your grace. Amen. Praise the Lord. I decided to take water baptism as Christ protected me, and I like to be born again and take baptism and Jesus protect me. Praise the Lord. Stotram. I can thank the Lord for keeping me safe, and I accepted Him as my personal Savior, and I ask the Lord to pray for me that I may live a holy life. Praise the Lord. Amen. I accepted Jesus Christ as my Lord and Savior, and I decided to take the water baptism. Praise the Lord. കർത്താവിന്റെ കൽപ്പന അനുസരിക്കേണ്ടത് ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇന്നേ ദിവസം സ്വർഗത്തിന്റെ അനുഗ്രഹത്താൽ ഇന്നലെ വരെയുള്ള അനുഭവങ്ങളിൽ നിന്നും പുതിയ സൃഷ്ടിയായി കർത്താവിനെ അനേകരെ നേടുവാൻ ഈ കാലങ്ങളിൽ അനേകരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ പുതിയ അഭിഷേകത്തോടു കൂടെ നടത്തുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ഹൃദയത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച എന്റെ മനസ്സിന്റെ ശരീരത്തെ അനുഗ്രഹിക്കുകയാണ്. ഒരു ദൈവജനായി ലോകത്തിന്റെ മുന്നിൽ സാക്ഷ്യമുള്ള ഒരു പൈതലായി ദൈവത്തിന് വേണ്ടി ശോഭിക്കുവാൻ ദൈവനെ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് മുതൽ ഒരു പുതിയ അനുഗ്രഹം, ഒരു പുതിയ സൃഷ്ടിയായി കാണുന്നവർ യേശുവിനെ കാണുവാൻ പകരമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗമംഗലം ചെയ്തതിനായി സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, മധ്യപ്രദേശത്ത് ദൈവത്തിന്റെ കൃപയിൽ വളർന്നു വരുവാൻ സാക്ഷീകരിപ്പാനും ഈ മുഴുകാടുകളെ മടക്കിക്കൊണ്ട് സമർപ്പിക്കുന്ന ഈ പ്രത്യേക
വിശ്വാസത്തിന് കൃപകളും അനുഗ്രഹങ്ങളും അതിന്റെ മേൽ കർത്താവ് ചൊരിയണമേ. കാലങ്ങളെക്കാൾ ഇരട്ടി ശക്തിയോടെ ഇരട്ടിയുള്ള ബലത്തോടെ കർത്താവിനെ ഉയർത്തുവാൻ അനേകരെ കർത്താവിലേക്ക് നയിക്കപ്പെടുവാൻ ഒരു മകനെ കരങ്ങൾ ഉപയോഗിക്കുമാറാകണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ മകനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കാൻ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി തന്റെ ജനനം മുതൽ ഇന്ന് വരെ പരിപാലിച്ചു. മോഹത്തിന്റെ ഇമ്പക്കളെക്കാൾ യേശുവിന് വേണ്ടി ജീവിക്കുന്നത് നല്ലതെന്ന് തന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ വചനത്തിലൂടെയും ദൈവാത്മാവിലൂടെയും ഇടപെട്ടപ്പോൾ ഈ ലോകത്തിലെ ജീവിതത്തിലേക്ക് യേശുവിന് വേണ്ടി തന്റെ ഹൃദയത്തെ കൊടുക്കുവാൻ കാണിച്ച മനസ്സിലായി ഹൃദയം കൊണ്ട് യേശുവാരെന്ന് തിരിച്ചറിഞ്ഞ പ്രേക്ഷകരെ മനസ്സിലാക്കി ദൈവത്തിന്റെ കൽപ്പനയാകുന്ന സ്ഥാനം ഏറ്റെടുക്കുവാൻ തീരുമാനിച്ച തീരുമാനത്തിനായി സ്വപ്നം നീ അനുഗ്രഹിക്കുമാറാകണമേ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് അരുളി ചെയ്ത സ്വർഗത്തിലെ ദൈവം ഇന്ന് മുതൽ ഒരു പ്രത്യേക അനുഭവത്തിൽ ദൈവകൃപയ്ക്കുള്ളിൽ പ്രിയ വൈദ്യനെ പൊതിഞ്ഞ വഴി നടത്തുവാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക് തന്റെ കണ്ണുകൾ പതിയുവാൻ അനുവദിക്കാതെ വണ്ണം തന്നെ കാണുന്നവർ യേശുവിനെ കണ്ടുകൊണ്ട് തന്റെ സഹപാഠികളെ അനേകരെ ക്രിസ്തുവിന് വേണ്ടി സത്യത്തിന് വേണ്ടി വഴിയിലേക്ക് ആനയിച്ചുകൊണ്ട് വരുവാൻ സുവിശേഷത്തിന്റെ കിടാവിളക്കിന്റെ ദൗത്യം തന്നെ നിക്ഷിപ്തമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ജ്ഞാനത്തോടും ദൈവകൃപയോടും വഴി നടത്തുവാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കടവൈദ്യന്റെ തീരുമാനം സ്വർഗ്ഗം കണ്ട് അനുഗ്രഹിച്ചതിനായി സ്വത്രം പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിനെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹ വിഷയമായി തീരട്ടെ, അനുഗ്രഹ വിഷയമായി തീരട്ടെ യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. Glory to God, glory to God, glory to God. Praise the Lord, praise the Lord. Hallelujah. We thank you this morning, we thank you Jesus. Hallelujah. Praise the Lord. Praise the Lord. ആവശ്യമായ ദൈവരൂപം നൽകണം. സഹായിക്കേ കൃപയിൽ കാണിക്കണമേ. ഇത്രത്തോളം സഹായം
പ്രാർത്ഥന നമ്മെ സഹായിക്കും. നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവസാന്നിധ്യം നമ്മുടെ നടുവിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ കൃപ നമ്മുടെ നടുവിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. രക്തത്താലും വചനത്താലും ചെയ്യപ്പെടുന്നു. സ്വർഗീയ സാന്നിധ്യത്തോടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭൂതഗണങ്ങളുടെ സാന്നിധ്യത്തോടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ തേജസ്സോടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇതിനകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ വിശുദ്ധ പകൽ വേളയിൽ നിന്റെ മക്കളാകുന്ന ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ നല്ല സുദിനം സ്വർഗത്തിന്റെ ദൈവം അറിയുന്നു. ദൈവകൃപയ്ക്കുള്ളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ചാർച്ചക്കാരുടെ നടുവിൽ, ഞങ്ങളുടെ സഹോദരങ്ങളുടെ നടുവിൽ, ഞങ്ങളുടെ കുടുംബവിശ്വാസികളുടെ നടുവിൽ, ഞങ്ങളുടെ ദൈവദാസന്മാരുടെ നടുവിൽ സ്വർഗീയ മലയുടെ അനുഭവത്തെ ഒരിക്കലൂടെ കാണുവാൻ ഈ പകൽവേളയിൽ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. എത്രയോ തലമുറകൾ പാപത്തിന്റെ വഴികളിൽ നിന്ന് പോകുമ്പോൾ ഞങ്ങളുടെ തലമുറ കർത്താവിന് വേണ്ടി, യേശുവിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി ജനിക്കുന്നത് ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ സ്വർഗ്ഗം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കുന്ന നല്ല കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിന്റെ കൃപയുടെ നടുവിലൂടെ ഒഴുകുന്നതിനായി സ്തോത്രം, അവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം പ്രത്യേകം ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ച് ദൈവത്തിന്റെ വചനപ്രകാരം ജലത്തിൽ സ്നാനമേൽക്കുന്നത് ദൈവസന്നിധിയിൽ അവനെ അത്തരം കൊണ്ട് തീരുമാനമെടുത്ത നാല് കുഞ്ഞുങ്ങളെ ദൈവജനങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വരും കാലഘട്ടങ്ങളിൽ സുവിശേഷത്തിന്റെ ശക്തിക്ക് വേണ്ടി, ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, അനേകരുടെ വീണ്ടെടുപ്പിന് വേണ്ടി അവനെ ദൈവത്തിന്റെ രക്തത്താൽ പുനരുജ്ജീവനം പ്രാപിച്ചുകൊണ്ട് ഈ ആത്മീയ പോക്കളത്തിൽ ദൈവത്തിന് വേണ്ടി ആയുധങ്ങളെ നേടുവാൻ ഇന്ന് പലരും സ്വർഗത്തിന്റെ ദൈവം അവരെ അഭിഷക്തന്മാരായ അഭിഷക്തിയായിരിക്കുന്ന 4 പേരെ കൂടെ ഈ ആത്മീയ വയലിൽ ക്രിസ്തുവിന് വേണ്ടി ജനിപ്പിക്കുന്ന ഈ നല്ല സുദിനത്തിനായി വൈകമന ശാന്തരാധന വൈകമന ഐശ്വരമന ശാന്തരാധന ആത്മീയ വൈകമന നന്ദിയോടെ സ്തോത്രം ചെയ്യുക, നന്ദിയോടെ സ്തോത്രം ചെയ്യുക. അഗ്നിനാളോട് കൂടെ അഭിഷേകത്തിന്റെ ശക്തിയോട് കൂടെ ലോകമെമ്പാടും ക്രിസ്തുവിനെ സുവിശേഷീകരിക്കാൻ ഈ കുഞ്ഞുങ്ങളെ ഒഴുക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജനനം മുതൽ കർത്താവേ അവരെ പരിപാലിക്കുവാൻ ദൈവത്തെ കൃപ കൊടുത്തു. അവർ ദൈവത്തെ അറിഞ്ഞപ്പോൾ അവരുടെ തലമുറകളും ദൈവത്തെ അറിയുവാൻ ഇടയായിട്ടുണ്ട്. അവർ ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ചപ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്ര മഹാഭാഗ്യം ദൈവം കൊടുത്തല്ലോ. അതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ അനുഗ്രഹിക്കുവാനാകണമേ. പ്രത്യേക ഈ കുഞ്ഞുങ്ങളെ പത്യോപദേശത്തിൽ ദൈവങ്ങളിൽ മാതൃകയോടെ നയിപ്പാൻ കഴിഞ്ഞ നീണ്ടജനായി ഇവിടെ ശുശ്രൂഷിക്കുന്ന അഭിഷക്തത ദൈവങ്ങളുടെ കൃപയ്ക്കായി സ്വന്തം തന്റെ കൈകൾ കൊണ്ട് തന്നെ അവരെ ക്രിസ്തുവിനെ അവകാശികളാക്കി കൊണ്ടുപോകാൻ ദൈവം തന്നെയും ഈ ഫലത്താലം ഒരുക്കിയല്ലോ. അതിനായി നന്ദിയോടെ സ്വന്തം ചെയ്യുകയാണ്. ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമാക്കി കുഞ്ഞിന്റെ ജനത്തിലേക്ക് ഇറങ്ങുമ്പോൾ പ്രത്യേക സാന്നിധ്യമുണ്ടാകട്ടെ, പ്രത്യേക സാന്നിധ്യമുണ്ടാകട്ടെ. ഇതുവരെയുള്ള അനുഭവമല്ല, കൃപാവരങ്ങളാൽ നിറയപ്പെട്ടു, ദൈവജനത്തിന്റെ വെളിപ്പാടുകൾ പ്രാപിച്ചു, ദൈവാലോചനകളാൽ നിറയപ്പെട്ടു, സമൃദ്ധിയോടെ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ശ്രമിപ്പാൻ ദൈവം ഒരുക്കുവാണെന്ന് പ്രാർത്ഥിക്കുന്നു. ജനങ്ങൾ സ്നാനപ്പെടുത്തുവാനും കൃപ അങ്ങനെ അഭിഷേകത്തിന് കൊടുക്കുവാനാകട്ടെ. കടന്നു എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്നാനപ്പെടാത്തവർക്ക് ഇവിടെ അനുഭവമായി തീരുവാൻ, അവർ ഈ സ്നാനക്കുളത്തിലേക്ക് ഇറങ്ങുവാൻ ഇവരെ അനുഭവമാക്കി തീർക്കുവാനാകട്ടെ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തോടുള്ള ശുശ്രൂഷകളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. നിന്റെ മഹത്വം മാത്രം ഇവിടെ ഉയരുന്നു. പ്രാർത്ഥനയാകുന്ന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. Hey!
അതിനുശേഷം മത്തായി സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വേദഭാഗങ്ങളും ഇവിടെ സഹോദരന്മാർ വായിച്ചത്. ഞാൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ ആകും. യേശു അടുത്തിയല്ലോ, സ്വർഗത്തിലോ ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടി ഉണ്ട് എന്ന് അരുളി ചെയ്തു. കർത്താവിന്റെ ഈ ജീവിതത്തിന്റെ അവസാനത്തിൽ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ട് ഭൂമിയിലൊക്കെയും കടന്നുപോയി സുവിശേഷം പ്രസംഗിപ്പീൻ, വിശ്വസിക്കുന്നവരെ സ്നാനമേൽപ്പിപ്പീൻ. കർത്താവിന്റെ കൽപ്പന അന്ത്യകൽപ്പനയായി ദൈവത്തെ കർത്താവിനെ ലക്ഷ്യമായി സ്വീകരിച്ചവർ അനുഷ്ഠിക്കേണ്ട ദൈവത്തിന്റെ കൽപ്പനയാണ് വിശ്വാസ സ്നാനം എന്നുള്ളത്. It is given to people who have accepted Jesus Christ as their personal Savior. With the water baptism, we are identifying or we are joining together with Christ. We are making a commitment to the Lord. Lord, for the rest of my life, I will serve you, I will honor you, I will love you, and I will follow you. This is a serious occasion. Praise the Lord. It's a time our young people are making a new commitment to the Lord. Praise the Lord. It's an agreement they are making among the saints of the Lord and also in the presence of our Lord Jesus Christ, that I will serve you. കർത്താവിനെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ വിശ്വസ്തയോടുകൂടെ സേവിച്ചുകൊള്ളാമെന്ന ദൈവത്തോട് ദൈവജനത്തിന്റെ മധ്യത്തിൽ അവർ ഏറ്റുപറയുന്നത് ഉപസംഹരിക്കും. ഈ വിശ്വാസ സ്ഥാനം ഇരിക്കുന്ന ദൈവത്തിൽ നമ്മുടെ കർത്താവ് വരാറായി. Praise the Lord. ഈ നാളുകളിൽ ദേശമൊക്കെ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. കേൾക്കുന്ന വചനത്തോർത്തവണ്ണം ജീവിതങ്ങൾ വചനത്തിനായി സമർപ്പിച്ച് കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാൻ ദൈവമായ കർത്താവിന്റെ മുമ്പേ ദൈവദാസൻ സമർപ്പിച്ച പോലെ ഈ സുവിശേഷ പങ്കെടുക്കുന്ന ആരെങ്കിലും ഇതുവരെ കർത്താവായ ആ ബന്ധത്തിൽ ദൈവമുള്ള ബന്ധത്തിലേക്ക് കടന്നു വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സുവിശേഷം കാണുമ്പോൾ നിങ്ങളുടെ ജീവിതങ്ങളെ ദൈവങ്ങളെ ഏൽപ്പിച്ച കർത്താവ്, ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചോളാം, നീ എന്റെ രക്ഷകനായി എന്റെ വീണ്ടെടുപ്പുകാരനായി എന്നെ സഹായിക്കണം, എന്നെ വിളിക്കണമെന്ന് ദൈവത്തോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും സ്ഥാനത്തിലേക്ക് നടത്തപ്പെടുവാൻ തക്കവണ്ണം ഈ ദിവസം ഒരുക്കപ്പെടുവാൻ സ്നേഹത്തോടെ ആദരവോടെ ബഹുമാനത്തോടെ കർത്താവിന്റെ നാമത്തിൽ ദൈവദാസൻ മുതലിൽ ഞാൻ നിങ്ങളെ അപേക്ഷിക്കാം. കർത്താവിനെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണടയ്ക്കാം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, എന്റെ മക്കളാവ് ഞങ്ങൾ നിന്റെ മേൽ ആശ്രയിച്ച് നിന്റെ വചനത്തിന്റെ അവസ്ഥയിൽ ഞങ്ങൾക്ക് ഞങ്ങൾ സ്ഥാനം എടുക്കുവാൻ നിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ച് സമർപ്പിച്ച് കടന്നു ഈ പ്രത്യേക അവസരത്തിൽ സ്വർഗം ഞങ്ങളുടെ മീതെ തുറക്കുമാറാകണമേ. ആ യോർദാനിൽ സ്വർഗം തുറന്ന് പ്രാവുന്ന പോലെ ശുദ്ധാത്മാവ് ഇറങ്ങി വന്നല്ലോ. ഇതുപോലെ കുഞ്ഞുകൾ കർത്താവിന്റെ ജനത്തിൽ സാക്ഷീകരിക്കുമ്പോൾ സ്വർഗമത് ദൈവ സാന്നിധ്യമുണ്ട്. നീ അവരെയും ഞങ്ങളെയും അയക്കുമാറാകണമേ. ദൈവത്തിന് സ്തോത്രം. ഇതെനിക്ക് പ്രസാദമുള്ളതാണെന്ന് സ്വർഗം സാക്ഷീകരിക്കുന്ന ഒരു മകൻ തിരുവഴിയാക്കണമേ. കുഞ്ഞുങ്ങളെയും അടികളെയും കർത്താവ് സഹായിക്കണം. കാഴ്ചക്കാരായി വന്നിരിക്കണമേ. ചെയ്യാൻ പോകുന്ന സ്തോത്രം യേശുവിൻ തനിയുടെ നാമത്തിൽ തന്നെ. Lord Jesus Christ, who left the heavenly places, came down to this earth, lived among men, performed many miracles. He healed the sick, he cast out the demons, he raised the dead, and he proved himself he is the Son of God. And according to the scripture, he went to the cross and carried our sins and our curses upon him. He gave up his life and he was buried in the tomb of Joseph the Arimathea. And on the third day, according to scripture, he was raised and he has shown to others that he is the Son Christ and ascended into heaven, now seated on the right hand of the Father, who is coming very quickly for those who are anxiously waiting for him. Dear Alan, do you believe that this Jesus Christ is the Son of God? Yes. Have you accepted this
Christ as your personal Savior and have made a commitment to the Lord to serve Him, to love Him and honor Him with the rest of your life? According to His testimony and the commission of the Lord Jesus Christ, I baptize you here in the name of the Father and of the Son and of the Holy Ghost. Praise the Lord. Be faithful until the last day. You shall receive the crown of life. Praise the Lord. Lord Jesus Christ, who came down this earth, took upon the sins of all mankind, went to the cross and died for us. And on the third day He was resurrected, showed Himself 40 days, more than 500 people. And He is the risen Christ. And He went up into the heavens with the promise that He will come back soon. Now seated on the right hand of the Father. And dear Anne Mary, do you believe this Jesus Christ is the Son of God? Have you accepted this Jesus Christ as your personal Savior and made a commitment that I will serve Him, I will love Him, I will live for Him until the last breath of my life? According to your testimony and the commission of the Lord Jesus Christ, I baptize you here in the name of the Father and of the Son and of the Holy Ghost. Be faithful until the last day. You shall receive the crown of life. Praise the Lord. Lord Jesus Christ, who came to this world, performed many miracles. He cast out the demons. He healed the sick. He healed the broken-hearted. And according to the scripture, He died on the cross and buried in the tomb of Joseph the Arimathea. And on the third day, according to the scripture, He was risen, ascended into heaven with the promise to come back. Now seated on the right hand of the Father and interceding for us. Do you believe that this Jesus Christ is the Son of God? Yes. And also, have you accepted this Jesus Christ as your personal Savior and made a commitment that I will serve Him until the last day of my life? Yes. According to your testimony and the commission of the Lord Jesus Christ, I baptize you here in the name of the Father and of the Son and of the Holy Ghost. Be faithful until that last day. You will receive the crown of life. Lord Jesus Christ was our Savior. Left the heavenly places and came down to this earth. Lived among men and performed many miracles. Showed in actions and in words that He is the Son of God. And according to the scripture, He was dying on the cross
was buried and in the tomb of Arimathea. And also the third day, according to the scripture, he was raised up and ascended into heaven, coming back so soon for those who are waiting for him. Do you believe this Jesus Christ is the Son of God? Have you accepted this Jesus as your personal Savior and made a commitment in your life that you will serve him until the last day? According to your testimony and the commission that is given by the Lord Jesus Christ. I baptize you here in the name of the Father and of the Son and of the Holy Ghost. Praise the Lord. Be faithful until that day, and God will give you the crown of joy. This is the day for you. ഇവിടെ സ്ഥാനത്തൊക്കെ ഒന്നുമുണ്ട്. വെള്ളത്തിനൊരു പ്രശ്നവുമില്ല. സ്ഥാനപ്പെടുത്തേണ്ട ദാസന്മാരിവിടെയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകടനമെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ എത്രയും വേഗം ഒട്ടും മാറ്റി വയ്ക്കാതെ കർത്താവിന്റെ കൽപ്പനയാണ്, അനുസരിച്ചേ പറ്റുകയുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിനുള്ള കാര്യമല്ല, ദൈവ ഇഷ്ടമാണ്. അത് കേട്ടുകൊണ്ട് അനുസരിച്ചുകൊണ്ട് കർത്താവിനെ സേവിപ്പാൻ ഒരുങ്ങുക. കർത്താവിനെ ദാസൻ പ്രാർത്ഥിക്കും. കർത്താവേ, നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ രാത്രി സമയത്ത് കുഞ്ഞുങ്ങൾക്ക് കർത്താവ് സാക്ഷിപ്പാൻ ഭാഗ്യം നടത്തുവാനും ജീവിതകാലം സേവിച്ച് സ്നേഹിക്കുവാൻ ജീവിപ്പാൻ വിശ്വാസ ജീവിതത്തിൽ കൃപയിൽ അവരെ പരിപാലിക്കുന്നു. ശത്രു കാണാതെ പ്രാർത്ഥിക്കുന്നു. സഭയായ ഈ കുഞ്ഞുങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ ഭാവി ജീവിതം ഏറ്റവും പ്രാർത്ഥിക്കുന്നു. Church, we bless them in the name of the Father, and let them be blessed in the name of the Father, Son, and Holy Ghost. Amen. ഭവനത്തിലും ദേശത്തിലും സഭയിലും ദൈവത്തിന് കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വിശ്വാസത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി, ദൈവവചനത്തിന് വേണ്ടി അന്ത്യത്തോളം നിലനിൽപ്പാൻ ദൈവനെ സഹായിക്കണമേ. ആരെങ്കിലും സുരക്ഷിതരെ പങ്കെടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദിവസം അവരും കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് കർത്താവിന് വേണ്ടി ഒരുങ്ങുവാൻ തിരുവരം നേടിയാക്കണമേ. പ്രാർത്ഥനയോടുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ.
ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിൽ അതിശക്തിയോടുകൂടെ വ്യാപരിക്കേണ്ടതിനായി തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായി തീരേണ്ടതിന് അല്പസമയം എല്ലാ ദൈവമക്കളും സ്തോത്രം ചെയ്തു തുടങ്ങിയാട്ടെ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. തുടർന്നുള്ള പാട്ട്, പ്രാർത്ഥനകൾ, തിരുവചന ശുശ്രൂഷകൾ, തിരുവത്താഴ ശുശ്രൂഷകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരേണ്ടതിന്, വലിയ ദൈവകൃപ അനുഭവിക്കേണ്ടതിന്, വലിയ ദൈവശക്തി അനുഭവിക്കേണ്ടതിന് പ്രാർത്ഥനയ്ക്കായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അഭിഷക്തന്മാരെ ദൈവം ഉപയോഗിക്കേണ്ടതിനോ ഈ വിശുദ്ധ ആഴ്ചയുടെ ഈ നല്ല പകൽവേള കർത്താവിനെ ആത്മാവിന് സത്യത്തിലും ആരാധിക്കുമ്പോൾ അടുത്ത ഒരാഴ്ചത്തേക്ക് ഞങ്ങൾക്ക് ജീവിപ്പാനുള്ള ആത്മീയ മന്ന തന്ന ദൈവം ഞങ്ങളെ നിറയ്ക്കേണ്ടതിനു വേണ്ടി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. എല്ലാ ദൈവമക്കളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു ദൈവസ്ഥലിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സഹോദരന്മാരുടെ ഭാഗത്തു നിന്നൊരാൾക്ക്, സഹോദരിമാരുടെ ഭാഗത്തു നിന്നൊരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. അതിന് മുമ്പായി കുഞ്ഞുങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രിയമകൻ പ്രാർത്ഥിച്ചാട്ടെ. Heavenly Father, we thank you and praise you, Lord, for gathering us all together, Lord, in your presence, oh Lord. Lord, we thank you for granting us this blessed service this morning, oh Lord. We ask you that this morning your presence may be upon us, oh Lord, as we proceed into the Lord's table, that everyone may come to the invitation, oh Lord. We ask you that we keep this service in your mighty hands, oh Lord. In Jesus' name we pray, amen. Hallelujah. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സമയത്തിനായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഒരു പരിശുദ്ധ കാലം കൂടെ ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങൾക്ക് ദാനമായി തന്നതിനെ സ്തുതിപ്പാന്, നിന്നെ മഹത്വപ്പെടുത്തുവാന്, ആരാധിപ്പാന്, ഹല്ലേലൂയ, ഞങ്ങളെ കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് കർത്താവേ, രണ്ടാഴ്ചയുടെ ദിവസങ്ങളിലെല്ലാം അനുഭവിച്ചറിവാനിടയാകെ ഞങ്ങളെ മറച്ച് ആരോഗ്യത്തോട് ബലത്തോട് സമാധാനത്തോട്
the presence of God, and the young people will come and lead us in praise and worship. Let's join together with them and കർത്താവിനെ ഒരുമിച്ച് പാടി ആരാധിക്കുന്ന സന്ദർഭമാണല്ലോ. ഇന്ന് എഴുന്നേറ്റുന്നതുകൊണ്ട് കുഞ്ഞുങ്ങളോട് ചേർന്ന് ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിക്കും. Psalm 81, let us read responsibly. Psalm 81, let us read responsibly. Katavi Stotram, I'll read the first verse and you read the second, and so on. Hallelujah, hallelujah, hallelujah. Praise the name of Jesus. Hallelujah. നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പീൻ, യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പിടുവീൻ. അമാവാസിയിലും നമ്മുടെ സുഖമായ പൗർണമാസിയിലും കാഹളമൂതുവീൻ. മിസ്രൈമിലെ പുറപ്പെട്ടപ്പോൾ ദൈവം യോസേഫിനെ സാക്ഷ്യമായി നിയമിച്ചു. അവിടെ ഞാൻ അറിയാത്ത ഒരു ഭാഷ കേട്ടു. അച്ഛനാർത്ത് നീ വിളിച്ചു, ഞാൻ നിന്നെ വിളിച്ചു. ഇടിമുഴക്കത്തിന് മറന്ന് ഞാൻ നിനക്ക് ഉത്തരമല്ലി. വെള്ളത്തിൽ ഞാൻ നിന്നെ പരീക്ഷിച്ചു.
ഈ വലിയ പട്ടണത്തിൽ സംഭവവികാസം നിർണ്ണയിക്കുന്ന പട്ടണത്തിൽ കഠിനകൃഷ്ണനെ പോലെ നമ്മെ കാത്തു പരിപാലിക്കുന്നു. അവരുടെ കൃപകളെ ഓർത്തുന്ന പകൽ കാത്തു പരിമിച്ച് നമ്മുടെ ദൈവത്തിൽ സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ കൃപ നമ്മുടെ പിന്നെ ചൊല്ലി കർത്താവിനെ സഹായിപ്പാൻ ദൈവങ്ങളെ കേൾപ്പിച്ചൊക്കെ വീണ്ടും പ്രാർത്ഥിക്കാം. കർത്താവിന് സ്തോത്രം. And Benson, would you lead us in prayer? Praise the Lord. Dear Heavenly Father, thank you, Lord, for all Hallelujah, hallelujah. this blessed day, Lord, continuously We praise you and we thank you. fill us, Lord, with your Holy Spirit, Lord, Father. Help us, Lord, to stay close and attached to you, Lord, so Lord, to follow you. Hallelujah. Keep each and every safe, Lord, bless us, Lord, in our baptism today, Lord, Lord, let your life Thank you, Lord, thank you, Lord, thank you, Lord. keep each and every safe. In the name of Jesus, I pray, amen. കടന്നു എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കും. കർത്താവ് സഹായിക്കുകയും ചെയ്യട്ടെ. എന്ന പകൽ കാലം അനുഗ്രഹിക്കപ്പെട്ട ശാരസുരക്ഷ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കാണുവാനും അനുഭവിപ്പാൻ കർത്താവ് ഓർത്ത് ആദ്യമായി കർത്താവിനെ സ്തുതിക്കും. തുടർന്നുള്ള ഈ ആരാധനയിലും അതേ ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചറിയുവാൻ കർത്താവ് ഇടയാക്കി തക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് പകൽ കാലം ദൈവസന്നിധിയിൽ താഴെയിരിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. കടന്നു എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതിലായി കടന്നു വന്ന പലരുടെയും പേരെടുത്ത് പറയാൻ സമയം എടുക്കുന്നില്ല എങ്കിലും കടന്നു വന്ന എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ പ്രത്യേക എന്റെ നന്ദിയും ഞങ്ങളുടെ വന്ദനവും ഇന്ന് പകൽ കാലം കർത്താവിന്റെ നാമത്തിൽ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. സംഘത്തിന് ശേഷമായി അല്പസമയം സാക്ഷ്യത്തിന് വേണ്ടി സമയം ഉണ്ടായിരിക്കും. അതിലായി കടന്നു പുറപ്പെടുകയും ഒരു വാക്കിൽ നിങ്ങളെ പരിചയപ്പെടുത്തുവാനും ഒരു വാക്കിൽ കർത്താവിനെ സ്തുതിപ്പാനും താല്പര്യമുണ്ടെങ്കിൽ അവിടെ പൂർണ്ണ സ്വാതന്ത്ര്യം ഇന്ന് പകൽ കാലം ഉണ്ടെന്ന് കർത്താവ് നാമത്തിൽ ഓർമ്മിക്കുന്നു. Greetings to all the guests here. If you wanted to have a testimony, you can say after this. വിശേഷ കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് പകൽ കാലം ജനസ്ഥാനത്തിൽ കർത്താവിനെ സാക്ഷിച്ച നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഇന്ന് പകൽ നേരത്തെ അവരെ സാക്ഷ്യം പ്രസ്താവിച്ചെങ്കിലും as we are entering to the first worship service, ഒന്നാമത്തെ worship service ശേഷം ഉള്ളതായതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കും സാക്ഷ്യം പറയാൻ അവസരമുണ്ടെന്ന് പ്രത്യേകം ഓർമ്മിക്കുന്നു. 2 Timothy 1:9. Who has saved us and called us to a holy life, not because of anything we have done, but because of his own purpose and grace. This grace was given us in Christ Jesus before the beginning of time. Please pray for me. Amen. Praise the Lord. This was 2 Timothy 1:9. Who has saved us and called us not because of our works, but because of his own purpose and grace through Christ Jesus for all eternity. Praise the Lord. Praise the Lord. 1 John 4:7-8. Dear friends, let us love one another, for love comes from God. Everyone who loves is born of God and knows God. Whoever does not love does not know God, because God is love. Amen. Praise the Lord. Mercy. The faith and understand that the words of the word of God, that things which are seen which are not made, things which we hear. Praise the Lord. Praise the Lord. Galatians 3:20. And mediators, however, implies more than one party, but God is one. Please pray for me. Amen. Stand for the way verse 4. For your loving kindness is greater above the heavens, and your truth is to the skies. Amen. Shlotam. Praise the Lord. Praise the Lord. Hallelujah. Even now, I walk to the valley and shadow of death. I fear no evil. Fill me with you are with death. Amen. Praise the Lord. Praise the Lord. 1 Corinthians 15:56-57. The sting of death is sin, and the strength of sin is the law. But thanks to God, but thanks be to God who gives us victory through our Lord Jesus Christ. Amen. Praise the Lord. Psalms 103:1-2. I will bless the Lord when He is full, and all that is within me, bless His holy name. I will bless the Lord when He is full, and forget not all His benefits. I accepted Jesus Christ as my personal Savior. Praise the Lord. After the meeting, Brother dear person came to me and said, Pastor, I want to talk to you. I said, what is it? She said, I have accepted Jesus Christ as my personal Savior. By grace you have been saved through faith, and this not known doing, is the gift of God. Amen. Praise the Lord. From your loving kindness, great above
with God. The 108 Amen. Praise the Lord. Stotram. Hallelujah. Katavi Mahus. Praise the Lord. Praise the Lord. Praise the Lord. 2 Timothy 1:9. Who has saved us and called us with a holy calling and are going forward according to his own purpose and grace, which was given us in Christ Jesus before the world began. Amen. Stotram. Praise the Lord. Matthew chapter 3, verse 11. I indeed baptize you with the water unto repentance, but he that cometh after me is mightier than I, whose shoes I am not ready to bear. He shall baptize you with the Holy Ghost and fire. Ask for angels to take our message, and ask you to keep in prayers. Praise the Lord. Stotram. Chapter 4, verse 12. Salvation is found in no one else, for there is no other name under heaven given to man by which we must be saved. Amen. Praise the Lord. Stotram. Praise the Lord. Proverbs chapter 14, verse 8. Hallelujah. Hallelujah. A fool's mouth comes out of the great pride, but the lips of the Lord protects them. With the oxen comes measure is empty, but with the ox shut in house becomes a shrubby harvest. Amen. Stotram. Praise the Lord. Praise the Lord. Hebrews 4:12. For the word of God is alive and active, sharper than any double-edged sword. It penetrates even to divide soul, spirit, joints, and marrow, the thoughts and actions of the heart. Amen. Stotram. Therefore, my beloved brethren, be ye steadfast and immovable, always abounding in the work of love, for ye know that your work of the Lord is not in vain. Praise the Lord. Praise the Lord. 1 John 4, verse 7 and 8. Beloved, let us be beloved. Hallelujah. Hallelujah. God, and everyone who knows God knows God is God. He knows God. He does not love does not know God, for God is love. Praise the Lord. Stotram. Praise the Lord. 2 Timothy 1:9. Who has saved us and called us to a holy life, not because of anything we have done, but because of his own purpose and grace. This grace was given us in Christ Jesus before he came into the world. Amen. Stotram. Praise the Lord, Lord, for you say this past week, I have to say, John 14, verse 6. And Jesus answered, I am the way, the truth, and the life. No one comes to the Father except through me. Praise the Lord. Praise the Lord. Romans 12, verse 2. Not before the parent of this world, but be Hallelujah. Hallelujah. be able to test and prove it God's wilderness. It's good when they come. Praise the Lord. Praise the Lord. I'd like to thank God for protecting me and for giving me the opportunity to get baptized. And I thank everyone in the church for praying for me. Stotram. I'd like to say Romans 12, verse 2. Do not conform any longer to the pattern of this world, but be transformed by the renewing of your mind. Then you will be able to test and approve what God's will is. His just, pleasing, and perfect will. ഇല്ലായിരുന്നു ഞങ്ങളെല്ലാം അറിഞ്ഞത്. അന്നേരം ധൃതി പിടിച്ച് ഇത് ചെയ്യാൻ അവൾക്ക് ആഗ്രഹം തോന്നിയപ്പം പെട്ടെന്ന് അങ്ങ് നടത്തിക്കൊടുക്കുക. അവളുടെ ഇഷ്ടപ്രകാരം അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് പാവങ്ങൾ പറഞ്ഞ പോലെ രണ്ട് സൈഡിൽ നിന്നും അവൾക്ക് എല്ലാം അപ്പച്ചന്മാരെല്ലാം ദൈവവേല ചെയ്ത് എല്ലാവരും ദൈവത്തിന് വേണ്ടി ജീവിച്ച് അവരുടെ അവസാന കാലം വരെ അവർ ദൈവമക്കളെന്ന് പറഞ്ഞുമായിരുന്നു മരിച്ചത്. അതുപോലെ അവളുടെ ജീവിതത്തിലും അവൾ ദൈവത്തിൻ്റെ വേല ചെയ്ത് ഇപ്പം കഴിഞ്ഞ ദിവസം പാസ്റ്റർ പറഞ്ഞ പോലെ സ്നാനം ഒരു അവസാനമല്ല, അത് നമ്മുടെ തുടക്കമാണ്. നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതിൻ്റെ തുടക്കം, അതൊരു നല്ല തുടക്കം അവർക്ക് ഇന്ന് കിട്ടിയ. പക്ഷേ അവസാനം വരെ അത് കീപ്പ് ചെയ്ത് നമ്മുടെ പിള്ളേരെല്ലാവരും ദൈവവേല ചെയ്ത് ദൈവത്തിൻ്റെ ഏത് രീതിയിലായാലും ദൈവത്തിൻ്റെ വേല ചെയ്ത് ജീവിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും വന്നവർക്കും പ്രാർത്ഥിച്ചവർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞു. ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഒരവസരനോട് തന്ന കൃപയ്ക്കായി സ്തോത്രം. പാസ്റ്ററോടും ജോയിച്ചാനോടും സൂസനോടും എന്നോടും ഒക്കെ ദൈവത്തെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ ദൈവം നൽകി കൃപയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ ഓരോ ദിവസങ്ങളും കുടുംബമായി കർത്താവ് ഞങ്ങളെയും പരിപാലിച്ച് ഇത്രത്തോളം കൊണ്ടുവന്നു, ഇത്രത്തോളം നിർത്തിയെന്നല്ലാതെ ഞങ്ങൾ ഒന്നും പോഴുവാനില്ല. ഇത്രത്തോളം നടത്തി ദൈവത്തിനായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയൊക്കെയും പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് ദൈവം അതിനുവേണ്ടി വഴിവെക്കായി സ്തോത്രം. ദിവസം മരണപര്യന്തരം വിശ്വസ്തരായിരിക്കും. ഈ ലോകത്തിന് അനുഭവപ്പെട്ടു പോകാൻ കൂടുതലും പ്രസ്താവന കൊണ്ട് ദൈവം തിരിച്ചറിഞ്ഞ് മനസ്സബുദ്ധി ദൈവം സന്നിധിയിലാകേണ്ട പോലെ ആയിത്തീരാൻ അവരെ ദിവസത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളൊക്കെ പ്രാർത്ഥനയൊക്കെ ഇത്രത്തോളം ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ യോശുവയെ പോലെ കൂടാരം വിട്ട് പിരിയാത്തവരായി ദിവസത്തിലായിരിക്കാൻ ആ ദൈവസന്നിധത്തിന്റെ മറവിൽ അവർ നിൽപ്പാനൊക്കെ അന്ത്യത്തോടെ നിൽപ്പാൻ ദൈവത്തിന്റെ വേല ചെയ്യുവാൻ ദൈവത്തിന് ഉത്തമ സാക്ഷികളായ അനേകരെ തീർന്നു വലിച്ചെടുക്കുന്നവരായി തീരുവാനൊക്കെ അവരെ ദൈവകരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധി ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. വേണ്ടി ഞങ്ങളെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓർത്ത് ദൈവസന്നിധി ഇരുന്നു. ഉണ്ടാവട്ടെ. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമായ ഇന്ന് സത്യത്തിൽ ആത്മാവിൽ വിശ്വസിക്കുന്ന ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് അപ്പോസ്തലന്മാരിൽ കൂടെ
സഭയ്ക്ക് ദൈവം നൽകിയ ഒരു കൽപ്പനയാണ്. ആ കൽപ്പന പ്രകാരം സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിപ്പാൻ ദൈവം എന്നെ യോഗ്യനാക്കിയതിനാൽ, എന്നെ പ്രാപ്തനാക്കിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ സ്നാനപ്പെട്ട ഈ പൈതങ്ങളെ കുറിച്ച് ഞാൻ തലമുറയെ കുറിച്ച് ഞാൻ ഈ ദിവസങ്ങളിൽ വളരെ പ്രാർത്ഥിക്കുകയും അവരെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുവാൻ എനിക്ക് ഇടയായി. ഈ ദിവസങ്ങളിലൊക്കെയും സൺഡേ സ്കൂൾ അവരെ പഠിപ്പിച്ചപ്പോൾ അവരത് യഥാർത്ഥമായി അവരത് ഗ്രഹിക്കുന്നു എന്ന് എനിക്കത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. സ്നാനത്തെയൊക്കെയും അവരെ ശരിക്കും അത് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവരത് ഉള്ളത്തിൽ ഗ്രഹിച്ചു എന്നെനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അത് ദൈവത്തിന്റെ കൽപ്പനയാണ് എന്ന് അവർ ശരിയായിട്ട് അറിഞ്ഞു. പൈതങ്ങളൊക്കെയും സ്നാനപ്പെട്ടപ്പോൾ ഒരു പ്രഷറിന്റെയും അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നതെന്നുള്ള വിധത്തിലല്ല അവരാരും സ്നാനപ്പെട്ടത്. അവർ യഥാർത്ഥമായി കൽപ്പനകളെ അറിഞ്ഞത് മനസ്സിലാക്കി അത് അനുസരിക്കുവാൻ അവർ തീരുമാനിച്ചതാണ്. അവർക്ക് വിശ്വാസം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ എനിക്ക് കഴിഞ്ഞു. ആൻസനും ഓസ്റ്റിനും എൻ്റെ സൺഡേ സ്കൂളിൽ എൻ്റെ പൈതങ്ങളാണ്. ആൻമേരി എൻ്റെ ക്ലാസ്സിലല്ല എങ്കിലും പൈതൽ വളർന്നു വരുന്നവൾ പൈതലിലും ശരിയായ അറിവ് ലഭിച്ചു എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഈ പൈതങ്ങൾ ഈ അറിവ് ലഭിച്ചവരെ അവരെ തീരുമാനമെടുത്തപ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടായി. എന്നാൽ തീരുമാനമെടുത്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പലരും ബന്ധുക്കോസുകാർ ചില നാളുകളായിട്ട് ഈ വിശ്വാസത്തിലൊക്കെ നിന്നവർ പിന്നീട് പല കാര്യങ്ങളും പറയുമ്പോൾ എനിക്ക് വളരെ പ്രയാസം തോന്നുവാനിടയായി. കഴിഞ്ഞ ദിവസം ഒരു ബന്ധുക്കോസുകാരന് പറയുവാനിടയായത് പല വിഷയങ്ങൾ പറയും, ഇതെല്ലാം ഒരപ്പൻ്റെ മക്കളാണെന്ന് എല്ലാ വിഭാഗവും എന്നൊക്കെയും പറയുവാനിടയായി. പെന്തക്കോസ്തിൽ ഉറച്ച് വളരെ നാൾ നിന്നതാണ്. എന്നാൽ ഇതിൽ നിന്ന് മാറിപ്പോകുവാൻ ഈ ലോകത്തിൻ്റെതായ പല പുള്ളിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ വരഞ്ഞു പോയ നീതിമാനായ ലോകത്തെന്ന് ഞാൻ അന്നേരം അദ്ദേഹത്തെ ചിന്തിപ്പാനിടയായി. അതൊന്നും ആർക്കും സംഭവിക്കാം. ഈ വചനത്തിൽ നമ്മൾ ഉറച്ചു നിന്നില്ല എങ്കിൽ അത് സംഭവിക്കാം. അങ്ങനെ സംഭവിക്കാതെ ഉറപ്പോടെ ധൈര്യത്തോടെ നിൽപ്പാൻ, പൈതങ്ങളെ സഹായിപ്പാൻ, നമ്മൾ മാതാപിതാക്കൾ മാതൃകയുള്ളവരായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്നെ ചിന്തിപ്പിച്ചതായ ഒരു വാക്യമാണ്, നിന്റെ പ്രാകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമല്ലോ. അത് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ സമയം ചിലവഴിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് ഈ വചനം ദിനംതോറും വായിച്ചത് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഇതിൽ നിന്ന് മാറിപ്പോകുവാൻ കഴിയത്തില്ല. ശത്രു എപ്പോൾ ശ്രമിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കഴിയുമെങ്കിൽ വ്രതന്മാരെ പോലും തെറ്റിച്ച് കളയുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൽപ്പനയിലെ പ്രമാണത്തില് ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ അതിൽ നിന്ന് ശത്രുവിന് നമ്മളെ തോൽപ്പിച്ച് കളയുവാൻ പിന്മാറ്റി കളയുവാൻ കഴിയില്ല. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. നമുക്ക് ഏവർക്കും മാതൃകയായി പൈതങ്ങളെ പ്രാർത്ഥനയിൽ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് അപേക്ഷിച്ചുകൊണ്ട് സാക്ഷ്യത്തിൽ നിന്ന് ഇരുന്നോളൂ. സഭയ്ക്ക് എൻ്റെ എല്ലാ നന്ദി ഞാൻ പറയുന്നു. എല്ലാ അവകാശങ്ങളും ശുശ്രൂഷിച്ചിട്ടുള്ള ഓരോ വ്യക്തികൾക്കും നന്ദി ഞാൻ പറയുന്നു. പ്രത്യേകിച്ച് ദൈവദാസനോടുള്ള നന്ദി. കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തൊട്ടേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവിന്റെ കൽപ്പന അനുസരിക്കാൻ കുഞ്ഞുങ്ങൾ ഇടയായി. ദൈവദാസന് ഒരുപാട് സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു. ദൈവദാസനോടുള്ള നന്ദി ഞാൻ പറയുന്നു. പിന്നെ ചെന്നിത്തലയിൽ നിന്ന് കടന്നു വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ള ഭാഷയോടുള്ള നന്ദി എല്ലാം ഉപരിയായി. ഇതൊന്നും ഞാൻ അർഹനല്ല. എല്ലാം ചോദിച്ചുള്ള സഭയായി എല്ലാവരും ചേർന്ന് ഞങ്ങൾ all together let us bow before the Lord. Let's close our eyes and let's concentrate on the Lord and pray and ask the Lord to help us in our needs, in our prayer list. കർത്താവിന്റെ സാന്നിധ്യം നമ്മെ സഹായിക്കാൻ വിടുവിക്കാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ നിന്ന് പകരക്കാൻ ഞങ്ങളെ സൗഹൃദമായി ഏൽപ്പിക്കുന്നു. ഇത്രത്തോളം കൃപ ഞങ്ങളുടെ ചൊരിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ, കൊടുങ്കാറ്റ് പോലെ കയറി വന്ന പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ ബലമുള്ള കര ഞങ്ങളെ താങ്ങി നീ ഞങ്ങളെ ജയത്തോടെ നടത്തി അവിടുത്തെ വഴികൾക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഇന്ന് നമുക്ക് കർത്താവിനുള്ള കർത്താവിന്റെ മേശയും അതിനുശേഷമുള്ള വചന സുരക്ഷയും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് നൽകിയാക്കണമേ. മഹത്വമെല്ലാം ഞങ്ങൾ തിരുമേനിക്ക് അർപ്പിക്കുന്നു. ഏതെങ്കിലും വിഷയം മേലും അവിടെ കരനീക്കി അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. മഹത്വം തിരുമേനിക്ക് പ്രാർത്ഥനയോട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവേ, ദയവോടെ കേൾക്കുമാറാകണമേ. കർത്താവിന്റെ ദൈവസഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്നതായ ആചരിപ്പാൻ
അനുഷ്ഠിപ്പാൻ നൽകിയിരിക്കുന്ന രണ്ട് മഹത്വകരമായ ശുശ്രൂഷയാണ്. ഒന്ന് ഇന്ന് രാവിലെ നടന്നതായ സ്നാനം, മറ്റൊന്ന് കർത്താവിന്റെ മേശ. പ്രൈസ് ദി ലോർഡ്. വിശ്വസിച്ച ജനം നമ്മൾ രണ്ടാമത്തെ വായിക്കുന്നു. ദൈവത്തിന്റെ വചനം കേട്ട ഹൃദയത്തിൽ കുത്തുകൊണ്ട് മാനസാന്തരപ്പെട്ടവർ അവർ സ്നാനമേറ്റ് സഭയോട് ചേർന്നു. അങ്ങനെ വേർതിരിക്കപ്പെട്ടതായ ജനം ദൈവസന്നിധിയിൽ കടന്നു വന്ന് അവരപ്പം നുറുക്കി ദൈവത്തെ ആരാധിച്ചു. Praise the Lord. Acts chapter 2 verse 38 onwards we can see up to 41 we can see there are 7 fundamental doctrines that's given by Apostle Peter to the church. Number 1 is repentance, coming to the knowledge of the saving knowledge of the Lord Jesus Christ. Number 2, baptizing in the name of the Father, Son and the Holy Ghost. Then it says you shall receive the Holy Spirit. രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, പരിശുദ്ധാത്മാവെന്ന ദാനം ജീവിതത്തിൽ പ്രാപിക്കുക. Then the next verse when we study we can see that there's in the 41st verse എനിക്ക് തോന്നുന്നു, or 40th verse, ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നാം എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം, വേർപെടണം. Be separate from this wicked world. What does that mean? Can we go from here to some other place to live a holy life? This is the place where God has placed us. We know New York City, one of the largest cities in the world. There are so many things are going on. This morning I woke up, I set my alarm early morning, last night before I went to sleep, to wake up early, to get ready to come here on time. So the news was set on my alarm clock. The radio came on and I heard last night there is 5 or 7 people got shot in the Bronx. Then I heard there are a few other things happened in the city. As we have heard from the Roberts and there are so many wicked things, vicious things. There are so many things are going on in this world. Sin is abounding. പാപം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്തോത്രം. ദൈവവചനത്തിനോ വിശുദ്ധ ജീവിതത്തിനോ പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരു സമൂഹത്തിന്റെ നടുവിലാണ് നാം യേശുവിനെ കണ്ടെത്തിയത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിന്റെ നടുവിൽ നാം നിലനിൽക്കണമെങ്കിൽ the Lord's table. It reminds us the sufferings of the Lord Jesus Christ. Even though he was the Son of God, he was God himself in heaven. He left his heavenly place, glory, and he came down here. Praise the Lord. In Philippians chapter 2, we can see that he was equal with God. ദൈവത്തോട് സമത്വമുള്ളവരായിരുന്നു. അതിനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് വിചാരിക്കാതെ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എന്നെ രക്ഷിച്ച് നിങ്ങളെ രക്ഷിച്ച് കൃപയിലും വിശുദ്ധിയിലും നിർത്തി നിത്യരാജ്യത്തിൽ കൊണ്ടുവന്നെത്തിക്കുവാൻ കാൽവരിയിൽ നമുക്ക് വേണ്ടി അവൻ കഷ്ടങ്ങൾ സഹിച്ചു. അതാണ് ഈ മേശ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. There are 2 elements on the table. One is the bread, the other is the cup. The bread reminds us the body which was broken for you. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പാപത്തിന്റെ നമ്മുടെ ശാപത്തിന് വിടുതലിന് വേണ്ടി കാൽവരിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട തന്റെ തിരു ശരീരത്തിന്റെ ഓർമ്മയാണ് ഈ അപ്പം. ദൈവത്തിന് സ്തോത്രം. ആ മേശ എഴുതായ പാരമ്പര്യമായി വിളിച്ചറിയിക്കുന്നത് പാപങ്ങളെ കഴുകി മാറ്റി ശുദ്ധീകരിച്ചതിനെ ബലപ്പെടുത്തുന്ന നമ്മെ ദൈവസന്നിധിയിൽ നിർത്തുവാൻ യോഗ്യരാക്കി തീർക്കുന്ന യേശുവിന്റെ രക്തം, നമുക്ക് വേണ്ടി ചൊയ്യപ്പെട്ട യേശുവിന്റെ രക്തത്തിന്റെ ഓർമ്മയാണ്. Praise the Lord. So as we are going to enter into Lord's table, I pray and I ask every one of you to search your life. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളൊന്ന് ശോധന ചെയ്യണം. കർത്താവേ, എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നിന്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ. തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ നമുക്കെല്ലാം ഉണ്ട്. നിർമ്മിക്കുന്ന സ്തോത്രം. അത് പരിഹരിപ്പാൻ, അത് കഴുകി ശുദ്ധീകരിപ്പാൻ ഇന്നു മുതലും യേശുവിന്റെ രക്തം ഇവിടെയുണ്ട്. സമർപ്പിച്ച് പറയണ കർത്താവേ, എന്റെ കുറവുകളോട് ക്ഷമിക്കണമേ. നിന്റെ മേശയിൽ പങ്കെടുക്കുവാൻ എന്നെ യോഗ്യനാക്കി തീർക്കണമേ. Praise the Lord. Praise the Lord. And unless you are worthy to take the Lord's Supper, you should not stretch out your hand and participate from the table. എടുക്കുവാൻ യോഗ്യത ലഭിച്ചു എന്ന് ഹൃദയത്തിൽ നിശ്ചയമുണ്ടായവർ മാത്രമേ കർത്താവിന്റെ മേശ എടുക്കാവൂ. കാരണം അയോഗ്യമായി എടുക്കാൻ പാടില്ല. ഇത് ആർക്കും ഉള്ളതല്ല. Praise the Lord. ദൈവത്തിന്റെ വചനം വ്യക്തമായി ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയതാണ്. യേശുവിന്റെ വചനം കേട്ട്, സുവിശേഷം കേട്ട് ഹൃദയത്തിൽ മാനസാന്തരമുണ്ടായി ഹൃദയം കൊണ്ട് അവനെ വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറഞ്ഞ് ദൈവവചനായി തീർന്ന ഒരു ദൈവ പൈതൽ യേശുവിനോട് ചേരുന്ന ഇന്ന് പകൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എടുത്ത സ്നാനം
യേശുവിൽ വിശ്വസിച്ച് പാപം ഏറ്റുപറഞ്ഞ് ദൈവത്തിനായി തീർന്ന ഒരു ദൈവ പൈതൽ യേശുവിനെ ജനത്തിൽ സാക്ഷീകരിച്ച് യേശുവിനോട് ചേർന്നിരിക്കുന്നവർ വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന വിശുദ്ധന്മാർ മാത്രം പങ്കെടുക്കേണ്ടതായ മതിനെ ശുശ്രൂഷയാണ് കർത്താവിന്റെ മേശ. സ്തോത്രം. അല്ലാത്തവർക്ക് ആർക്കും ഈ മേശ അനുവദിച്ചിട്ടില്ല. So as a minister of this church of the gospel, I ask the guests who are over here, if you are not a child of God, if you have not taken the water baptism, and if you are not leading a holy life according to the scripture, please refrain from the Lord's table today. Praise the Lord. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് നടത്തപ്പെടുന്ന വിശുദ്ധമായി ജീവിക്കുന്ന ദൈവത്തിന്റെ ജനം അനുഷ്ഠിക്കുവാൻ ദൈവം കൽപ്പിച്ചു തന്ന ശുശ്രൂഷയാണ് കർത്താവിന്റെ മേശ. അയോഗ്യമായി നാം പങ്കെടുത്താൽ നാം കുറ്റക്കാരാകും, ശിക്ഷാവിധി കാരണമാകും, നാം രോഗികളായി തീരാൻ കാരണമാകും, പലരും നിദ്ര കൊള്ളുവാൻ കാരണമായി തീരും. ഇന്ന് പകരം നമ്മുടെ കടകളടയ്ക്കാൻ ഒരു നിമിഷം നമ്മൾ തന്നെ ശോധന ചെയ്യാം. അവർ നമുക്ക് വേണ്ടി ചെയ്ത് നമുക്ക് ഓർക്കാം. നമ്മുടെ പാപങ്ങൾ കഴുകുവാൻ, നമ്മുടെ അകത്തുകൾ നമ്മെ വിടുവിക്കുവാൻ, നമ്മുടെ ശാപങ്ങൾ നമ്മെ വിടുവിക്കുവാൻ ലോകത്തിൽ ആരെ കൊണ്ട് കഴിയാതിരുന്നപ്പോൾ തന്റെ സ്വന്തം കുമാരനെ നമുക്ക് വേണ്ടി കാൽവരിയിൽ ഏൽപ്പിച്ചു. ഇരുപാടുകളാൽ കാലുകളുമായി അടിക്കപ്പെട്ടവനായി, തലമേൽ മുൾക്കിരീടം ധരിച്ചവനായി, പുറമൊഴിഞ്ഞാലുകളെ പോലെ കീറിയവനായി, അവനെ കണ്ടാൽ ആളല്ലാതെ തോന്നുമാറ് അത്രമാത്രം ജീവിതത്തിൽ കഷ്ടാനുഭവങ്ങളിൽ കടന്നുപോയ നമ്മുടെ കർത്താവ് തന്റെ തിരുശീലം നമുക്ക് വേണ്ടി നോക്കിയില്ലേ? നമ്മുടെ സൗഖ്യത്തിന്, നമ്മുടെ വീടിന് വേണ്ടി, നമ്മുടെ ശാപത്തിന് വെടിയിരിക്കുവാൻ ഇപ്പോൾ ക്രിസ്തുവിലുള്ള ഒരു ശിക്ഷാവിധിയുമില്ല. ശാപം മാറി, പാപം മാറി. പാപത്തിനാണ് ശമ്പളമുള്ളത് മരണം. പാപത്തിൽ നമ്മെ വിടുവിച്ച യേശു സ്തോത്രം അതിനുവേണ്ടി സഹിച്ച കഷ്ടപ്പാടുകളെ ഒരു നിമിഷം നമുക്ക് ധ്യാനിക്കാം. കർത്താവേ, അർഹതയില്ലാത്ത എനിക്ക്, യോഗ്യതയില്ലാത്ത എനിക്ക് വേണ്ടി അങ്ങ് കാൽവരിയിൽ മരിച്ചല്ലോ. അവിടുന്ന് എനിക്ക് വേണ്ടി അടികൊണ്ടല്ലോ, എനിക്ക് വേണ്ടി നിന്ദകളും വ്യസനവും സഹിച്ചല്ലോ, നീ എനിക്ക് വേണ്ടി ത്യജിക്കപ്പെട്ടല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവ്, ഇതെല്ലാം ഓർത്ത് ഞാൻ നന്ദി പറയുന്നത് പറഞ്ഞ് ദൈവങ്ങളെ കേൾപ്പിച്ച് നമ്മൾ കർത്താവിനെ സ്തോത്രം ചെയ്യാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മുടെ ജീവിതത്തിൽ വന്ന കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തെ സേവിക്കുന്നവരാണെങ്കിൽ തന്നെയും ജീവിതത്തിൽ കുറവുകളും ബലഹീനവും വന്നിട്ടില്ലേ? മനഃപൂർവ്വമായി ക്ഷമിക്കണം. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പകല കാലം ഈ കർത്താവിന്റെ മേശയെ കർത്താവ് നമുക്ക് അനുഗ്രഹിച്ചു തരുവാൻ കുഞ്ഞു മനുഷ്യരുമായിട്ട് പ്രാർത്ഥിച്ചാണ്. ഞങ്ങളെ പ്രാർത്ഥിക്കുന്നവരാക്കി തീർക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പ്രാർത്ഥിക്കുന്നു. ഇതിൽ ഭാഗമാക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി വിശുദ്ധിയോടെ ബലപ്പെടുത്തിക്കാണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി പഠിച്ച് ഞങ്ങളെ ഇടയാക്കണമേ. ശുശ്രൂഷ അവിടുത്തെ കരങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. യേശുയോടെ നല്ല പിതാവേ. പരിശുദ്ധനായ പിതാവേ, എന്റെ കരങ്ങളിലേക്ക് കർത്താവിന്റെ ശരീരമാകുന്നു ദൈവാത്മാവിൽ വിശ്വസിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിച്ച ഞങ്ങൾ ഭക്ഷിച്ച ബലം ഒരുമിച്ച് ഒരുക്കിയതിനായി സ്വർഗം അനുഗ്രഹിച്ചതിനായി യേശു കർത്താവിൻ നാമത്തിൽ തന്നെ കർത്താവ് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതിനാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അടക്കമെടുത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി 2000 വർഷങ്ങൾക്ക് കാൽവരി നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ട ശരീരത്തിന്റെ ഓർമ്മയല്ലയോ വാങ്ങി പാനം ചെയ്യുമെന്ന് അവൻ വാങ്ങി ഭക്ഷിക്കുമെന്ന് അവൻ അവരോട് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. Jesus, hallelujah. ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ
ജീവിതത്തിലെ ദൈവപദ്ധതി ഞങ്ങൾക്ക് ആഗ്രഹിച്ചു തന്നു. ഈ പാനപാത്രത്തെ ദൈവകരങ്ങളിലേക്ക് മുന്തിരിച്ചാടും ഞങ്ങൾക്ക് വേണ്ടി പകർത്തപ്പെട്ട യേശു കർത്താവിന്റെ കരം നീട്ടി അനുഗ്രഹിച്ചു. ഈ പാനപാത്രത്തെ കർത്താവ് ശുദ്ധീകരിച്ചു ഞങ്ങളുടെ കരങ്ങളിലേക്ക് നൽകുന്നതിനായി ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാക്കി തീർത്തതിനായി സ്വർഗ്ഗവിനെ അനുഗ്രഹിച്ചതിനായി യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ശേഷം പാനപാത്രം കരത്തിൽ പുതിയ മോഹാകുന്നു. ഞാൻ വരുവോളം എന്റെ ഓർമ്മയ്ക്കാച്ചും എന്ന് പറഞ്ഞു. മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നമുക്കായി ചൊരിയപ്പെട്ട രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ വാങ്ങി പാനം ചെയ്യുമെന്ന് അവൻ അവരോട് കൽപ്പിച്ചു. നമ്മുടെ ആത്മാവിന്റെ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി 2000 വർഷങ്ങൾക്ക് ചൊരിയപ്പെട്ട രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ. പ്രൈസ് ദി ലോർഡ്. ആർക്കെങ്കിലും പങ്കെടുക്കാൻ കഴിയാതെ പോയെങ്കിൽ അടുത്ത ദിവസങ്ങൾ അവരും പങ്കാളികളായി തീരുവാൻ സ്വർഗ്ഗം ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല ദേശത്ത് നിന്ന് അനേകരെ പങ്കാളികളായി തീരുവാൻ തിരുവനയോട് നിർദ്ദേശിക്കണമേ. വരവനായി ഞങ്ങളെ ഒരുക്കണമേ. വിശുദ്ധിയോടെ നിർമ്മലതയോടെ മധുരത്തിനോടെ ജീവിപ്പാൻ ഓരോന്നിനും ഞങ്ങളെ ശക്തിയിരിക്കും ബലപ്പെടുത്തുകയും ചെയ്യണമേ. പ്രാർത്ഥനയോട് സ്തോത്രം യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കരുതിച്ചിരുന്നുകൊണ്ട് ഇപ്പോൾ ഒരു പാട്ടിന്റെ അടി 1-2 പടികൾ
പാടുമ്പോൾ സഹോദരന്മാർ തമ്മിൽ സഹോദരിമാർ തമ്മിൽ വിശുദ്ധ ചെയ്ത കർത്താവിനെ ആരാധിക്കുകയും അത് കഴിയുമ്പോൾ സ്തോത്രമായ പാത്രം നിങ്ങളുടെ വരും പ്രാർത്ഥനയോടെ അതിന് പങ്കെടുക്കണം. ആദ്യം നടക്കേണ്ടത് വിശുദ്ധ ചുംബനമാണ്. എല്ലാവരും തമ്മിൽ വിശുദ്ധ ചെയ്തതിനു ശേഷം മാത്രം മതി പത്രം പാസ് ചെയ്യുവാൻ. എല്ലാവരും പങ്കെടുക്കുക. കർത്താവ് അടയാളങ്ങൾ കാണുന്നുണ്ട്. ഒരുങ്ങിയിട്ടുണ്ടോ കാണുന്നുണ്ട് ഒരുങ്ങിയിട്ടുണ്ടോ മധ്യവാനിൽ യേശു വെളിപ്പെടുമേ. കാഹളനാദം നീ കേൾക്കുന്നുണ്ട്. കാഹളനാദം നീ കേൾക്കുന്നുണ്ട്. പാത്രങ്ങളിലെണ്ണവേ നിറച്ചു കൊള്ളേണമേ. ആനന്ദ വിളക്കുകൾ തെളിയിക്കുക. പാത്രങ്ങളിലെണ്ണവേ നിറച്ചു കൊള്ളേണമേ. ആനന്ദ വിളക്കുകൾ തെളിയിക്കുക. അടയാളങ്ങൾ കാണുന്നുണ്ട്. ഒരുങ്ങിയിട്ടുണ്ടോ നീ മധ്യവാനിൽ യേശു വെളിപ്പെടുമേ. അടയാളങ്ങൾ കാണുന്നുണ്ട്. ഒരുങ്ങിയിട്ടുണ്ടോ നീ മധ്യവാനിൽ യേശു കർത്താവാണെന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടി